പുഴ കടന്നു പോയാൽ വാനരന്മാർ നിറയെയുള്ള കാവ്, കാവ് കഴിഞ്ഞു പോയാൽ പിന്നെയും പുഴ, അത് കടന്നു പോയാൽ ഭൂമിയുടെ അറ്റം വരെ കടൽ. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പിലെ ഇടയിലക്കാട് കാവിലാണ്. രണ്ട് പുഴകൾക്കിടയിലുള്ള ഈ കൊച്ചു കാവിൽ കുരങ്ങുകൾ എങ്ങനെ എത്തി എന്നതിന് ഉത്തരമില്ല. പക്ഷേ നൂറ്റാണ്ടുകളായി അവ ഇവിടെയുണ്ട്. കാവ് തീണ്ടാതെ പുതുതലമുറയ്ക്ക് വേണ്ടി ഇപ്പോഴും ഇതിനെ സംരക്ഷിക്കുന്നത് നാട്ടുകാരുടെ കൂട്ടായ്മയാണ്. കാടും കാടിനു നടുവിലെ കാവും, നാഗത്തറയും കാട്ടാറും അപൂർവ സസ്യജീവികളും, ചുറ്റും കവ്വായിക്കായലും. രാജ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടാൻ ഒരുങ്ങുകയാണ് ഇടയിലക്കാട് കാവ്. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിലൊന്നായ ഇടയിലക്കാട് കാവ് ജൈവ വൈവിധ്യ പൈതൃക പ്രദേശമായി വിജ്ഞാപനം ചെയ്യുന്നതിനായി തുടർ നടപടി സ്വീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. പൈതൃക പദവി ലഭിക്കുന്നതോടെ കാവിലെ ജൈവ വൈവിധ്യവും ആചാര അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുകയും വിനോദസഞ്ചാര രംഗത്ത് കൂടുതൽ പ്രചാരം ലഭിക്കുകയും ചെയ്യും. വിസ്തൃതി കൊണ്ടും വൈവിധ്യമായ സസ്യജന്തുക്കളെ കൊണ്ടും സമ്പന്നമായ കാവ് പരമ്പരാഗത ആയുർവേദ ചികിത്സയിൽ ഉപയോഗിക്കുന്ന നിരവധി നാട്ടുമരുന്നുകളുടെ കലവറ കൂടിയാണ്. ഇടയിലക്കാട് കാവിലെ വാനര സദ്യയും ഏറെ പേരുകേട്ടതാണ്. വാനരന്മാർക്ക് ഓണസദ്യ വിളമ്പുന്നതാണ് വാനര സദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യരോട് ഏറ്റവും ഇണക്കമുള്ള വാനരക്കൂട്ടമാണ് 16 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കാവിൻ്റെ മറ്റൊരു സമ്പത്ത്. 40ൽ പരം വാനരന്മാർ കാവിലുണ്ട്. തുരുത്ത് മുഴുവൻ കണ്ടൽക്കാടുകൾ കൊണ്ട് നിറയുകയും ഇവയ്ക്ക് ഇടത്തരം വൃക്ഷങ്ങളുടെ വലുപ്പമുള്ളതിനാലുമാണ് ഇടയിലക്കാടെന്ന പേര് കിട്ടിയതെന്നാണ് പറയുന്നത്. ചാലിൽ മാണിക്യാമ്മ എന്ന ഒരു സ്ത്രീ ഒരു നിയോഗം പോലെ എല്ലാ ദിവസവും കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകുന്നു. പേര് ചൊല്ലി വിളിക്കുമ്പോൾ ഓരോരുത്തരായി വരും. 25 വർഷമായി ഈ പുണ്യപ്രവൃത്തി തുടങ്ങിയിട്ട് എന്ന് അവർ പറയുന്നു. എല്ലാ വർഷവും തിരുവോണത്തിൻ്റെ തൊട്ടടുത്ത വിട്ടന്നാളിൽ നാട്ടുകാരും കുട്ടികളും വാനരർക്ക് സദ്യ ഒരുക്കി നൽകാറുണ്ട്. കുരങ്ങന്മാർക്ക് ഒരു വഴിപാട് രീതിയിൽ ഇടയിലക്കാട് നവോദയ വായനശാല ബാലവേദി എല്ലാ വർഷവും അവിട്ടന്നാളിൽ വാനര സദ്യ നടത്താറുണ്ട്. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ കവ്വായിക്കായൽ വട്ടമിട്ട് ഒഴുകുന്ന ഇടയിലക്കാട് കാവ്, കാടും കാടിനു നടുവിലെ കാവും, നാഗത്തറയും കാട്ടാറും അപൂർവ സസ്യജീവികളും. രാജ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനൊരുങ്ങി നിൽക്കുകയാണ് കാസർഗോഡ് വലിയ പറമ്പിലെ ഇടയിലക്കാട് കാവ്.